ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഫെബ്രുവരി മാസഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയുടെ അവസാനം ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും അവസാന ഭാഗം കൂടി ഒന്ന് കേൾക്കുക കേട്ടോ. ആ കൺക്ലൂഷൻ പാർട്ടും കൂടി കാണുക. സോ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൂടെ അമർത്തിക്കോളൂ കേട്ടോ. നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം താമസിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ മേടരാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുന്നത്. അപ്പം മേടരാശിക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനുവരി മാസ ഫലം കണ്ടു, ശുക്രൻ്റെ രാശി മാറ്റത്തിൻ്റെ ഫലമൊക്കെ കണ്ടല്ലേ. അപ്പോൾ ഫെബ്രുവരി മാസം എങ്ങനെയുണ്ട്, നമുക്ക് അനുകൂലമാണോ പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലാണോ എന്നുള്ള കൺഫ്യൂഷൻസ് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാം അല്ലേ. നമ്മുടെ രാശിനാഥൻ 3-ലാണ്. സോ നമ്മുടെ മൈൻഡിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ പതിയെ മാറി തുടങ്ങുന്നൊരു സമയമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്, ഈ ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത് കേട്ടോ. വാരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2-ലാണ്. അതുപോലെ തന്നെ ശുക്രൻ 12-ലാണ് നിൽക്കുക. ചെലവ് അതുപോലെ തന്നെ അലച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയമാണ്. സോ നമ്മൾ എങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ, ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ എത്ര ബുദ്ധിപരമായിട്ടാണ് നമ്മൾ എങ്ങനെയാണ് അതൊരു ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കെയർ ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മുടെ ഈ ഒരു മന്ത് പോവുക എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ നോക്കുകയാണെങ്കിൽ 2 ഏര ഭാവാധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത്. 2 കുടുംബം, അതുപോലെ തന്നെ വരുമാനം, ഏരെന്ന് പറയുന്ന വിഭാഗം, ജീവിത പങ്കാളിയൊക്കെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കോപങ്ങൾ ഇടയ്ക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ട് ചില സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വ്യാഴത്തെ നോക്കിക്കഴിയുമ്പോൾ നല്ല അനുകൂലമായ സ്ഥാനത്താണ്. അതുപോലെ തന്നെ ശുക്രൻ നോക്കുമ്പം രാഹുവിനോടൊക്കെ യോഗം ചെയ്താൽ നിൽക്കണേ. പക്ഷേ എന്നാൽ പോലും ഇവിടെ നോക്കിക്കഴിയുമ്പം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശുക്രത്തിൻ്റെ ക്ഷേത്രത്തിൽ ആരാണ്, വ്യാഴവും നിൽക്കുന്ന സമയമാണ്. 11 ഫെബ്രുവരി ബുധൻ കുംഭത്തിലേക്ക് രാശി മാറും. അതേപോലെ തന്നെ 13-ാം തീയതി സൂര്യൻ ശനിയോട് യോഗം ചെയ്യും, ബുധനോടൊക്കെ യോഗം ചെയ്ത് നിൽക്കും. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനി നല്ല സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുക. ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ജാഗ്രത ആവശ്യമായിട്ട് വേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന ജോലിയിലൊക്കെ കുറച്ചുകൂടി പ്രഷറൊക്കെ കൂടുതലായിട്ട് ഫീൽ ചെയ്തേക്കാം. ഒരു ബേഡൻ നമുക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉള്ള ടൈം. അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കായാലും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റി, ഫെബ്രുവരി മാസത്തിൽ കുറച്ച് ചിലവുകളൊക്കെ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബിസിനസ് എക്സ്പെൻസൊക്കെ കുറച്ച് വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ള ടൈമാണ്. അതുപോലെ തന്നെ ഫാമിലി, വിവാഹം അല്ലെങ്കിൽ കുടുംബമൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ശുക്രനും രാഹുവും കൂടി 12 നിൽക്കുന്ന സമയമാണ്. ഇവിടെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ പരസ്പരം കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറവുകൾ കാരണം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ. അതുപോലെ തന്നെ വാക്കുകളൊക്കെ സംസാരിക്കുമ്പോഴായാലും നമുക്ക് കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാനും, അതുപോലെ തന്നെ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത അവസ്ഥ, അതുമൂലം അവിടെ ചില ബഹളങ്ങൾ, വഴക്കുകൾ, കലഹങ്ങളൊക്കെ ഉണ്ടാവാനും സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് കൂടിയൊരു മാസമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലൈഫ് ഈ മന്ത് മൊത്തത്തിൽ പോയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോയിട്ടില്ല. ഓക്കെ, ഒരു വലിയ പ്രശ്നത്തിലേക്കൊന്നും വരുത്തിയിരിക്കില്ല. ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ ബുദ്ധിപരമായിട്ട്, നമ്മൾ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ, ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാസം വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് നമ്മൾ എടുത്തിയാടി ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക, എടുത്തുകാരി ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് അതനുസരിച്ചുള്ള നഷ്ടങ്ങളും കുറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. സോ അതൊന്ന് ശ്രദ്ധിക്കുക. സ്ത്രീയും പുരുഷനായാൽ പോലും ചില സമയത്ത് എന്താ നടക്കുന്നതെന്ന്, എന്താ പറയണമെന്ന്, സാഹചര്യത്തെ ഇതൊക്കെ മനസ്സിലാക്കാനോ അല്ല ഇത് അറിഞ്ഞ് നമുക്ക് പെരുമാറാനൊന്നും പറ്റിയെന്ന് വരില്ല. സോ അതും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴാലും നമ്മൾ ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുക. ചിന്തിക്കാതെ എടുത്തിയടി ഒരു കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ ചെയ്യാൻ നിൽക്കുക. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഓക്കെ, എന്നിട്ട് മാത്രം ആ കാര്യങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ, എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല, ഒരു വ്യക്തത ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, മറ്റൊരാളോട് ചോദിക്കണം, എന്താണ് ഈ സാഹചര്യത്തിൽ ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കണം. ഒരാളോട് ഒരു കാര്യം ചോദിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും അറിയില്ലാത്തവനായില്ല, നമുക്ക് ബുദ്ധി ഇല്ലാത്ത ആളായില്ല, ബോധമില്ലാത്ത ആളായില്ല. നമുക്ക് അറിയില്ലാത്തവരെ മറ്റൊരാളോട് ചോദിച്ചു തന്നെ മുന്നോട്ട് പോകാൻ അല്ലേ. അങ്ങനെ ചെയ്താലേ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് നേടാൻ സാധിക്കുള്ളൂ അല്ലേ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പഠിക്കുന്നതിന് കഴിഞ്ഞു ഇരട്ടി വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക്, ഇപ്പം നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മതിയായിരിക്കും, നിങ്ങൾക്ക് നല്ല മെമ്മറിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇനി ഒരു 3-4 തവണ അല്ലെങ്കിൽ 5 തവണയൊക്കെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. കാരണം അതനുസരിച്ച് ഒരു ഇത് മോശം ടൈമല്ല, പ്രാക്ടീസ് കൂടുതൽ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് തെറ്റ് പറ്റാതിരിക്കാനുള്ള സാധ്യത കൂടുകയാണ്. സോ അങ്ങനെ പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കും. സോ അതൊരു
ബുദ്ധിമുട്ടായിട്ട് കരുതണ്ട. എന്താണ്, കുറച്ചൊക്കെ കഷ്ടപ്പാട് സഹിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് വർക്ക് ചെയ്യണം. സോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഈ ടൈം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യുക, പഠനത്തിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം എന്ന് പറയുന്നു കേട്ടോ. അതേപോലെ നമുക്ക് കഴിഞ്ഞ് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിനും ശരീരത്തിനൊക്കെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ സറൗണ്ടിങ് ഒക്കെ നോക്കിയാൽ നമുക്ക് അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയായിരിക്കില്ല തരാം. സോ നമുക്ക് എന്താണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഓരോ കാര്യങ്ങൾ നടന്നതെന്നും വരില്ല കേട്ടോ. മേടരാശി ജനിക്കുന്ന സ്ത്രീകൾ എന്താണ്, മനസ്സിൽ ഓരോ കാര്യങ്ങൾ വിചാരിക്കും, അതുപോലെ ഓരോ സാഹചര്യങ്ങളും നടന്നു വരും അല്ലെങ്കിൽ അനുകൂലമായി വരും എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ഇതെന്താ, ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പെഡിഷൻ തരുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സുഖിപ്പിക്കാനോ ആയിട്ടല്ല. ഞാൻ എന്താണ് പഠിച്ചത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചതനുസരിച്ചുള്ള എൻ്റെ അനലൈസിൽ നിന്ന് ഞാൻ നൽകുന്നതെന്ന് പറയുന്ന ഒരു സിഗ്നലാണ്, ഒരു സിഗ്നൽ ബോർഡാണ്. ഇങ്ങനെയൊക്കെ ഒരു വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് അനുകൂലിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതൊക്കെ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കുരി ഉണ്ടെങ്കിൽ മുമ്പിൽ കുരിയുണ്ട്, അല്ലാതെ കുരിയില്ല, അല്ലാതെ ഞാൻ പറയണം അവിടെ മുമ്പിൽ കുരിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ കുരി ചാടിപ്പോവില്ലേ. ഇനി തന്നെ അവിടെ വലിയ കുരിയാണ്, അങ്ങോട്ട് പോവുകയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ അപ്പുറത്തെ പാതയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു വരി കണ്ടുപിടിച്ച് മുന്നോട്ട് പോവാം അല്ലേ, അവിടെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. സോ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പെരുമാറുക കേട്ടോ. അതുപോലെ ആരോഗ്യ സംബന്ധം നോക്കിയാലും മുതിർന്ന ആൾക്കാരൊക്കെ നോക്കി കഴിഞ്ഞാലും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മുതിർന്ന ആൾക്കാരും മേടരാശി ജനിച്ചവരായാലും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും എടുത്ത് ഒത്തിരി ചാടണ്ട. അതുപോലെ തന്നെ എന്താണ്, റിസ്ക് ഒക്കെ കുറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ചാടുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി മേടരാശിക്ക് കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ മേടരാശിയുടെ ഫലം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് രാശി ഫലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പേരും നക്ഷത്രവും താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ പേര് നക്ഷത്രം താരെ കമൻറ്റ് ചെയ്യട്ടെ വ്യക്തമായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ഞാൻ ഇതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറയാറുണ്ട്. കാരണം കോമൺ ആയിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഉചിതം നമുക്ക് ചേരുന്ന നമുക്ക് അനുകൂലമായിട്ടുള്ള എന്താണ് പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവർ ആ പരിഹാരം ചെയ്ത് പോകുന്നതാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ്, കണ്ണും പൂട്ടി എല്ലാ വഴിപാടും ചെയ്യുന്നതിന് കഴിഞ്ഞാൽ നല്ലത് എന്താണ്, നമുക്ക് ഏതാണോ ഉത്തമമായിട്ട് ചേരുന്നത് ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത് എന്താണ് പൊതുവായിട്ട് ഒരെണ്ണം പറയാത്തത്. അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ അടുത്ത ചിന്തിക്കുകയാണ് ലഗ്നമാണോ ചന്ദ്രനാണോ നോക്കേണ്ടതെന്ന് ചിന്തിക്കാറുണ്ട്. നമ്മൾ ചന്ദ്രാലും ലഗ്നാലും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ്. സോ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും. പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഒരു ശുഭകാര്യം ചെയ്യാൻ പോവുകയാണ്, കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ്. സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്ലി പെഡിഷൻ, കോമൺ പെഡിഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെഡിഷൻ കേൾക്കുക കേട്ടോ. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെഡിഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ട് നമ്മുടെ ലൈഫ് കുറച്ച് സെറ്റാവാൻ സൂപ്പർ. അതുപോലെ തന്നെ നമുക്ക് അനുകൂല ഫലങ്ങളാണ് അല്ലെങ്കിൽ ദോഷഫലങ്ങളാണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ്, ഗോചാരം ഇപ്പോൾ മോശ സമയമെങ്കിൽ പോലും നമുക്ക് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ജാതകത്തിൽ നമുക്ക് മോശ സമയമാണ്, പക്ഷേ നമുക്ക് ഗോചാര ഉത്തമ സമയമാണെന്ന് പറഞ്ഞ് നോർത്ത് ആ ഗോചാര ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ. അതും മനസ്സിലാക്കുക. അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും എന്താണ്, ചിരിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക. എന്താണ്, കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാവും, പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും, അതിനെയൊക്കെ എന്ത് ചെയ്യുക, നേരിടുക. കാരണം ഈശ്വരൻ ഒരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വരൻ എന്ത് ചെയ്യണേ, നമുക്കൊരു പരീക്ഷണം നടത്തുക കേട്ടോ. സോ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും, നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്, പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ്, വെബിനാർസ് ഒക്കെ നടത്തുമ്പം അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പ് ഇടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മൾ അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലി എത്തേണ്ട, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പ്രകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പ്രകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ടാണ്. സോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ 25,000 സബ്സ്ക്രൈബ് എത്തിയപ്പോൾ നമ്മൾ പ്ലാൻ ഇട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ. സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മില്യനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ
ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. 3 സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതോടെ നമ്മൾ ആ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഫീസോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും എത്തണം. ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നീട് നമുക്ക് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് വേണ്ട, എല്ലാവർക്കും എത്തണം. ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തതുകൊണ്ട് ആരിലേക്ക് എത്താതെ ഇരിക്കാൻ പാടില്ല എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു ക്ലാസ് നമ്മൾ എന്തായിരുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ക്ലാസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ കുറേ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഒന്നുകൂടി വേണമെന്ന് പറയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ടൈം അനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഓൾറെഡി മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല. ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാസഫലം കേട്ട് ദോഷമാണ് നല്ലതാണ് ഓർത്ത് ഒത്തിരി സന്തോഷിക്കുക ഒത്തിരി ദുഃഖിക്കുക ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.